ഞാൻ അണ്ടർലൈനിട്ട് പറയുന്നു, ഹേമ കമ്മീഷനിൽ പരാതി കൊടുത്ത കൂട്ടറകളോട് പറയണം. വാതിലിൽ മുട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ കഥ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, കഴിവടാൻ എന്തിനാ വന്ന് വാതിൽ മുട്ടണെന്ന് കേൾക്കണ്ടേ. അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗച്ച് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നവരോടും എനിക്ക് പുച്ഛമാണ്. കണ്ടു പഠിക്കേണ്ട ആരെന്നറിയോ, ഇവിടെ ഇപ്പോ WCCയുടെ നേതാവായിട്ട് നടക്കുന്ന പാർവതി തിരുവോത്ത് ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടണ്. അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവൻ സ്ഥലം മാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പോയവളാണ് ഹേമ കമ്മീഷനിലെ സ്ത്രീ പീഡനത്തെ സംസാരിക്കുന്നത്. മനസ്സിലായോ? ആരെ വിഷയപ്പെടുത്തുന്നത് ഭീകരവാദികളാണ് സിനിമ നടത്തുന്നത്. AK-47 വെച്ചിട്ടാണോ സിനിമ എടുക്കുന്നത്? കൂടിപ്പോകും ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ. ഹേമ കമ്മീഷനിൽ കൊടുത്തേക്കുന്ന പരാതി എന്നെ ഉമ്മ വെച്ച എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ അതാണ് എല്ലായിടത്തെയും സംസാര വിഷയം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും സാധാരണ ജനങ്ങൾക്കിടയിലും ഒക്കെ വരെ സംസാരിക്കുന്ന ഒരു വിഷയമാണത്. ഒന്നാമത്തെ കാര്യം, സംഗതികൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞെട്ടലുണ്ടാക്കുന്നതല്ല. ഞെട്ടലുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള സംഭവം ഒരു റിപ്പോർട്ടായി നമ്മുടെ മുന്നിൽ, ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പൊക്കെ കേട്ടുകേൾവിയായിരുന്ന കാര്യങ്ങൾ, സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് കേട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ ഒരു ഔദ്യോഗിക രേഖയായിട്ട് വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലാകെയുള്ള ഒരു ഞെട്ടൽ. അല്ലാതെ നമ്മളെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 15 പേരടങ്ങുന്ന നെക്സസിനെ കുറിച്ച് 10-15 പേരടങ്ങുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രമുഖരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെയുള്ള പേജുകളൊന്നും അതിനകത്തില്ല എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ആ റിപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഭാഗികമായ റിപ്പോർട്ടെന്ന് ഇതിനെ പറയാൻ കഴിയുള്ളൂ. കാരണം ആളുകളുടെ പേരൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയുള്ള പേജുകളൊന്നും ആ റിപ്പോർട്ടിൽ കാണാനില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് വിവരാവകാശ കമ്മീഷൻ്റെ തലയിൽ കൊണ്ടേ തള്ളും. വിവരാവകാശ കമ്മീഷൻ അത് സ്വകാര്യതയുടെ പുറത്ത് തള്ളി അങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നത് പുറത്തു വരുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രമുഖരാരാണെന്നറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയിരിക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അതെന്താണെന്ന് കാണാനുള്ള ഒരു കൗതുകം നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെ കൗതുകം തോന്നി കണ്ട ഒരു വീഡിയോയാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് കേട്ടോ: ഹേമ കമ്മിറ്റി, മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം, പ്രമുഖ നടൻ ആര്? ശാന്തിവിള ദിനേശൻ തുറന്നടിക്കുന്നു. പുള്ളി തുറന്നിട്ടങ്ങോട്ട് അടിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ആ പന്ത് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കും പന്തടിച്ച് പൊന്തക്കാട്ടിലേക്ക് വിടുമല്ലോ, അതേമാതിരി ഒരു അടിയാണ് ഇദ്ദേഹം നടത്തിയെന്ന് തോന്നുന്നു. സംഗതി ആരാണെന്ന് ഇതുവരെയും ഈ വീഡിയോയിലും പറഞ്ഞിട്ടില്ല, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വരുമ്പോൾ പറയുന്ന സ്ഥിരമായ ഒരു ശൈലിയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങൾ പറയും, ചിലത് അങ്ങേയറ്റം മോശമായ ഭാഷയിൽ പറയും, ചിലത് സ്ത്രീ വിരുദ്ധമായി പറയും, പിന്നെ കുറച്ച് പരദൂഷണവും. അതൊക്കെ അടങ്ങിയൊരു ഓഡിയോ ക്ലിപ്പാണ് ഈ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതാണ് റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചില ക്ലിപ്സുകളാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അപ്പോൾ നമുക്ക് മെയിൻ ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാം. ചാനലുകളിലെ അവതാരകളായ ലൈസൻസ് ഇല്ലാത്ത നാക്കുള്ള വാർത്ത വായിക്കുന്നവരൊന്ന് കൊണവണ പറയണല്ലാതെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ വെറുതെ നമ്മളെ സമയം കളയും. ഇന്ന് രാത്രി 8 മണിക്ക് കൈരളിയിലെ ചർച്ചയ്ക്ക് ചെല്ലാമെന്ന് വെച്ചാൽ അവരോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു, അയ്യോ ശരത്തെ, ഒരു കാര്യമില്ല, അങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ വരില്ല. കാരണം ഇത് ഒന്നും നടപ്പാക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞാൽ. ഇന്നലെ വരെ മലയാള സിനിമ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും നാളെ. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതുപോലുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പല വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ വിഷയം നമ്മളുടെ ചർച്ചയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തായിത്തീരുമെന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. സർക്കാരിനോട് ചോദിച്ചാൽ സാംസ്കാരിക മന്ത്രി പറയുന്നത് കോൺക്ലേവ് വിളിച്ചു വിട്ടെന്നാണ്. എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു വനിതാ കമ്മീഷനുണ്ട്. ഇത്രയും അധികം സ്ത്രീകൾ നേരിട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ഇത്രയും നേരമുള്ള ന്യൂസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. 24 മണിക്കൂറായി. അല്ലെങ്കിൽ ഒരു വരി പ്രതികരണമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. 354 സെക്ഷൻ ഇട്ട് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പോലീസിന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം, FIR ഇടാം. സർക്കാർ തലത്തിൽ നിന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടി എന്ന രീതിയിൽ എന്തെങ്കിലും നടന്നതായിട്ട് 24 മണിക്കൂറിനുള്ളിൽ നമുക്കറിവില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ ഈ ശാന്തിവിള ദിനേശൻ പറഞ്ഞ കാര്യം ശരിയാണ്. അടുത്തൊരു സബ്ജക്റ്റ് വരുന്നതോടെ ഈ ചൂടൊക്കെ താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ തന്നെ മലയാള സിനിമ ഇതേപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. അത് ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. അല്ല, അതില് മലയാള സിനിമയിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതായിരിക്കും. സ്ത്രീകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ. അതിന് ഏത് സ്ത്രീകൾ? അതാണ് പ്രശ്നം. ആദ്യം അവരുടെ സ്വഭാവ മഹിമ ആദ്യം പുറത്തു വിടട്ടെ, എന്നിട്ട് പറയാൻ ബാക്കി.
ഇതാണ് ഈ ശാന്തിവിള ദിനേശൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോബ്ലം. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതാര് പറഞ്ഞു? സ്ത്രീകൾ പറഞ്ഞ വിഷയമാണ്. ആദ്യം അവരുടെ കാര്യം അവർ പറഞ്ഞു തെളിയിക്കട്ടെ എന്നുള്ളതാണ് ദിനേശൻ്റെ നിലപാട്. ഈ ത്രൂ ഔട്ട് ദ വീഡിയോയിൽ ഇദ്ദേഹം സ്ത്രീകൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾ എന്ത് ചെയ്യണം ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനം എന്ത് ചെയ്യണം, സിനിമാ മേഖല എന്ത് ചെയ്യണം, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നേ ഇല്ല. സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലൊക്കെ പുള്ളി നല്ല കട്ടക്ക് ഉപദേശിച്ച് വിട്ടിട്ടുണ്ട്. നാളെ പേരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വാതിലിൽ മുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കഥ തുറന്നിട്ട് കേൾക്കണ്ടേ, കഴിവടവൻ എന്തിനാ വന്ന് വാതിൽ മുട്ടണെന്ന് കേൾക്കണ്ടേ. സംഭവം അല്ലേ, കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. വാതിൽ മുട്ടുമ്പോൾ നേരെ എന്നിട്ട് 2 തെറിയും പറഞ്ഞിട്ട് വാതിൽ എന്തിനാണ് വാതിൽ തുറക്കണമെന്ന് ചോദിച്ചാൽ മതി എന്ന് ചോദിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം വാതിൽ വന്ന് വെറുതെ മുട്ടുകയല്ല, തല്ലി പൊളിക്കണം എന്നാണ് പറയുന്നത്. സമാധാനമായിട്ട് അവർക്ക് ആ റൂമിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വാതിൽ പൊളിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മീഡിയ മലയാളം എന്ന ചാനലിൽ ഇനി തോന്നിയ ദിവസം കണ്ടുകൊണ്ടിരിക്കാൻ സർക്കാരിനാവില്ല എന്ന ടൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊന്നും കേട്ടു നോക്കാം. ഈ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു സംവിധായകൻ്റെ പേര് പറഞ്ഞു. ഞാൻ അന്ന് പേര് പറയാൻ പറ്റിയില്ല. ഞാൻ ആ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയത്. അവൻ്റെ പേര് ലിജു കൃഷ്ണ. അവൻ്റെ സിനിമ പടവെട്ട്. ഈ സിനിമ റിലീസാകുമ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഇവൻ ജയിലിൽ കിടക്കുക. എറണാകുളത്ത് ജില്ലാ ജയിലിൽ കിടക്കുകയാണ് ഇവൻ. എന്തിനാണെന്നറിയാമോ? അവൻ്റെ കൂടെ ജോലിക്ക് എത്തിയ യുവതിയെ ഇവൻ റൂമിൻ്റെ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ഇവൻ റേപ്പ് ചെയ്തു. ഇൻഫോ പാർക്ക് പോലീസിൽ കേസാണ്. ഇവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്ക്. അത് ഞാൻ ആ പേര് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അത് ഞാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം എടുത്തിട്ടത്. ഇവൻ്റെ സിനിമ പടവെട്ടെന്ന് പറഞ്ഞ് ഇവൻ്റെ സിനിമ റിലീസാകുമ്പോൾ ഇവൻ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നാണ് ഇവൻ്റെ സിനിമ കണ്ടത്. ഇത്തരത്തിലുള്ള വലിയ ക്രൂരതകൾ ഇവന്മാർ ഇവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഈ രീതിയിലാണ് സംഭവം നടക്കുന്നത്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു. അപ്പോഴാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ വളരെ നിസ്സാരമായിട്ട് വാതിൽ തുറന്നിട്ട് എന്താ എന്ന് പറഞ്ഞിട്ട് 2 തെറി പറഞ്ഞിടുന്ന് ചോദിക്കുന്നത്. ബോൾഡാകണം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഡോറിൽ വന്ന് മുട്ടുന്ന പ്രവണത അതില്ലാതാക്കണ്ടേ? അതിനെക്കുറിച്ച് മാത്രം ഇവരാരും പറയുന്നില്ല. പെൺകുട്ടികൾ ബോൾഡായാൽ മതി, എല്ലാം ശരിയായിക്കോളും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ നന്നായിട്ട് അഭിനയിക്കാം. നീ പറയുന്നത് പോലെ ക്യാമറ മുന്നിൽ നീ വിചാരിക്കുന്നതിനേക്കാളും ഡയമെൻഷനിൽ ഞാൻ അഭിനയിക്കാം. പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവം ഇല്ലാത്തടത്തോളം കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. കരയും വേണം, ചുണ്ട് നന്നാവും വേണമെന്ന് വാശി പിടിക്കരുത്. എനിക്ക് അവസരവും വേണം. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു കൂടെ പറഞ്ഞു നടക്കരുത്. പെണ്ണ് ബോൾഡാകണം, അത് വേണം. പെണ്ണിനെ എതിർത്ത് നിൽക്കാൻ പറ്റണം. എന്നെക്കൊണ്ട് എനിക്കിത് പറ്റില്ല. നിനക്ക് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിപ്പിച്ചാൽ മതി. അതിനു വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അല്ല നിൻ്റെ കൂടെ കിടക്കാനല്ല എന്ന് പറയാനുള്ള ആർജവം പെണ്ണുങ്ങൾ കാണിക്കണം. പക്ഷേ ഈ ഒരു സംഭവം ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതല്ലേ നമ്മളുടെ ആവശ്യം. എൻ്റെ സിനിമയിൽ നിനക്ക് വേഷം തരാം, എൻ്റെ കൂടെ കിടക്കണം എന്ന് പറയാനുള്ള ധൈര്യം ഒരുക്കണമെന്നാണ് കിട്ടുന്നത്. ഇത്രയും നിയമ സംവിധാനങ്ങൾ ശക്തമായ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് റോളും വേണം എന്നൊരു പരാതിയും പറയണം. അപ്പോൾ റോള് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, അത് കഴിഞ്ഞ് പരാതി പറയാൻ പാടില്ല. എന്നാ കോപ്പിൽ ന്യായമാണോ പറഞ്ഞത്? അവസരം വേണമെങ്കിൽ ഉപദ്രവിക്കപ്പെടും. അപ്പോൾ അവസരം കിട്ടിയ പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. ഒന്നല്ലെങ്കിൽ അവസരം, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് പറയണം. ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴും ഒരു വാക്ക് പോലെ ഇങ്ങനെ ചെയ്യുന്നവനെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറയാൻ നമ്മുടെ ആശം തയ്യാറല്ല. ഒറ്റയ്ക്ക് പറയണ്ടേ മുത്ത് നോക്കി? എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വഭാവ നടൻ ഒരു വികടൻ ചിരി ഇരിച്ചിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്ത് മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോണ വഴിക്ക് ഒരു വിടല ചിരി ചിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു ചേച്ചിയോട് വരുന്നോടി ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെ തോന്നി. ആ ചേച്ചി, ഞാൻ അതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. ആ ചേച്ചി അപ്പൊ പറഞ്ഞു വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഓടാന്ന് പറഞ്ഞു. അയാൾ ചമ്മി വിളറിപ്പോയി. മലയാളത്തിൽ ഒരു വലിയ നടനാ. വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു നടനെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞ ആരെങ്കിലും പ്രമുഖ നടനെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറയുന്നതെന്ന് പറഞ്ഞ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പോർഷനിലാണ് വെട്ടിത്തുറന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്വഭാവ നടൻ, മെയിൻ റോൾ ചെയ്യുന്ന ആളല്ല, പ്രധാനിയായ ഒരു സ്വഭാവ നടൻ, അതിലുപയോഗിച്ച വാക്കുകൾ കേട്ടോ മാന്യമായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കുന്ന ദിനേശൻ എന്തുകൊണ്ടാണ് ആ നടൻ്റെ പേര് ഇതിനകത്ത് പറയാതിരുന്നത്? വലിയ ധൈര്യത്തെക്കുറിച്ചൊക്കെ പെൺകുട്ടികൾ ഉപദേശിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. പക്ഷേ അതുപോലും പറയാൻ ഇദ്ദേഹത്തിന് ധൈര്യമില്ല. കാരണം അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ നെക്സസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു സെക്ഷനായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ, ഇതിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത പുരുഷന്മാരെക്കുറിച്ച്
കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കോൺസിക്വൻസസ് ആ ഭാഗത്താണ് വളരെ ദീർഘകാലത്തേക്ക് വളരെ പ്രൊമിനൻ്റായ ഒരു ആക്ടറിനെ അപ്രഖ്യാപിതമായി വിലക്കി മാറ്റി നിർത്തിയെന്ന് പറഞ്ഞത് തിലകൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞത്. ആണുങ്ങളും മിണ്ടാത്തടത്ത് പെണ്ണുങ്ങൾക്ക് മിണ്ടിക്കൂടെ എന്ന് ചോദിക്കാം, അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷേ ഒരു ആൺമേൽക്കോയ്മയുള്ള പുരുഷ മേധാവിത്വമുള്ള സിനിമയിൽ ആണുങ്ങളുടെ വായ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ശാന്തിയുള്ള ദിനേശന് പോലും ക്യാരക്ടർ റോൾ ചെയ്യുന്ന വളരെ പ്രമുഖനായ ഒരു നടനെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതൊന്നും നടന്നില്ല എന്ന് വരും. സ്വന്തം കണ്ണിൽ തടിയെടുക്കാതെ സ്ത്രീകളെ നിങ്ങൾ ശാക്തീകരിക്കൂ, നിങ്ങൾ വെട്ടിത്തുറന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ കണ്ണാടി നോക്കി ഞാൻ സിനിമയ്ക്ക് വരാൻ പറ്റിയ ആളാണോ എന്ന് നോക്കാതെ എല്ലാം മഞ്ജുവാരിലാക്കാൻ വേണ്ടി അമ്മമാർ കൊണ്ടിറങ്ങുമ്പോൾ അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗച്ച് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നവരോടും എനിക്ക് പുച്ഛമാണ്. അഭിപ്രായം പറയുമ്പോൾ സ്ത്രീവിരുദ്ധതയാണ് പ്രധാനമായിട്ടും പുള്ളിയുടെ രീതി. ഇതിനകത്ത് നിങ്ങൾ ത്രൂഔട്ട് നോക്കിക്കോളൂ. ഈ ഒരു സിറ്റുവേഷന് കാരണക്കാരനായവരെ കുറിച്ച് ഒരക്ഷരം ഇയാൾ പറയില്ല. സ്ത്രീകളുടെ ഭാഗത്താണ് തെറ്റെന്നാണ് പറയുന്നത് മുഴുവനായിട്ടും. ഈ ഒരു കറപ്റ്റഡായ ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള സംഭവമുണ്ട്, സ്ത്രീകൾക്ക് കിടന്നു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം ഇയാൾ പറയില്ല. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഇപ്പോൾ രേഖയായിട്ട് നമ്മുടെ മുന്നിലെത്തി. പക്ഷേ ഇതൊക്കെ മലയാള സിനിമയിലുണ്ടെന്ന് എല്ലാവർക്കും കേട്ടുകേൾവിയെങ്കിലും ഉള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതിന് കാരണക്കാരായവരെ കുറിച്ചൊന്നും ഒന്നും പറയില്ല. ഇരയാക്കപ്പെട്ട സ്ത്രീകളെ അവരുടെ ഭാഗത്ത് കുറ്റമാണെന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കുക മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നതിനകത്ത്. അതിനോടൊപ്പം ഇതേപോലുള്ള ബോഡി ഷെയ്മിങ്, കണ്ണാടി എടുത്ത് നോക്കിയിട്ട് വേണം വരാനത്രേ. എല്ലാവരും മഞ്ജു വാര്യരെ പോലെ ഇരുന്നാൽ മാത്രമാണോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർ കടന്നു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനുശേഷം പിന്നെ അവർ പരാതി പറയാനും പാടില്ല. തികഞ്ഞ സ്ത്രീവിരുദ്ധത, തികഞ്ഞ ബോഡി ഷെയ്മിങ്. അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരവരെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടുള്ള ധൈര്യമില്ലായ്മ. ഇതാണ് ഇങ്ങേരുടെ വെട്ടിത്തുറന്നു പറച്ചിൽ. പ്രതിഫലം തന്നില്ലേ കുഴപ്പമില്ല, പക്ഷെ ദേഹത്തോട്ട് കളിക്കരുത്, എന്റെ ചാരിത്രത്തോട്ട് കളിക്കില്ലെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കണം പെണ്ണാദ്യം. നിനക്ക് ശരീരം തന്നുള്ള പുല്ല് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുത്തന്റെ കൂടെ 2 വർഷം ജീവിക്കുക അവന്റെ ഫ്ളാറ്റിൽ, അവളെ വീട്ടിലല്ല അവന്റെ ഫ്ളാറ്റിൽ 2 വർഷം ജീവിച്ച് അവന്റെ പടത്തിലൊക്കെ അഭിനയിച്ച് അവന്റെ ഇന്ന് സാരിയും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് അവന്റെ ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയെ ഉള്ളവനാണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് 2 വർഷം കഴിഞ്ഞ് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ ഇവളെ വിളിച്ചില്ലെങ്കിൽ ഇവള് കൊണ്ടുവന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനം എന്ന് കേരളത്തിൽ പറയണേ. അങ്ങനെയാണോ പീഡനത്തിന്റെ കേസ് കൊടുക്കുന്നത്? എനിക്ക് ആ വേഷം തരാത്തുണ്ട്, എന്നെ പറ്റിച്ച് എന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പീഡനം എന്ന്. എങ്ങനെ അതിനെ പീഡനമാവണേ? എങ്ങനെ? ആദ്യം ഈ പറയുന്ന ആർജവം വെച്ചിട്ട് ആ പ്രമുഖൻ ആരാണെന്നൊന്ന് പറയുക. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ക്യാരക്ടറുള്ള ആളെന്ന്, അദ്ദേഹം ആരെന്തെങ്കിലും പറയാനുള്ള ആർജവം കാണിക്കുക. അല്ലെങ്കിൽ ഇവരുടെ പേരൊന്നും പറയുന്നില്ല, ഇവരൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കൂ. അങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിലുണ്ട്, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കൂ. ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ശരിയാണ്, ഒരു ആംബിഗ്വിറ്റിയുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലൈംഗികപരമായി ചൂഷണം ചെയ്ത് അവർക്ക് അവസരം കൊടുക്കാതിരുന്നു എന്നുള്ളതാണ് ശരിയായ സംഭവമെങ്കിൽ അതിൽ കേസിൽപ്പെടേണ്ട കാര്യമാണ്. ആദ്യം പറയാൻ മടിച്ചാലും പിന്നെ എത്ര കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അത് പീഡനം തന്നെയാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി ഒരുമിച്ച് താമസിച്ചു, ഫ്ലാറ്റിൽ താമസിച്ചു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നീട് അത് ഒരു പീഡനമായിട്ട് മാറ്റിമറിക്കുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ പീഡനമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണല്ലോ. അതും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം, ഈ സ്ത്രീകളുടെ ആർജവം കാണിക്കാൻ പറയുന്ന ദിനേശൻ ആ ആർജവം കൂടി കാണിക്കണം. ഞാൻ കേൾക്കട്ടെ, ഞാൻ അവസാനമായി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ശാരദാമ്മ അഭിനയിച്ച കുമാരൻ തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടായിരുന്നു. അതിനുശേഷമാണ് ശാരദാമ്മ ഈ കമ്മീഷനിൽ വന്നത്. അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചനെ, ശാരദാമ്മ നിങ്ങൾ 40 വർഷം സിനിമയിൽ നിന്നു, നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഇല്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചനെ. ഇങ്ങനെയൊക്കെ ശാരദാമ്മയെങ്കിലും ആ കമ്മീഷനിൽ ഇങ്ങനെ മൊഴി കൊടുക്കാൻ വരുമ്പോൾ ചോദിക്കണം, മോളെ ഞാനും സിനിമയിൽ നിന്നതാണ് മോളെ, ഞാനും ഒരുപാട് ഔട്ട്ഡോറിൽ പോയി മൂത്രം ഒഴിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ചെറ്റത്തരം പറയണെന്ന് കേൾക്കണ്ടേ? മലയാള സിനിമ ഇങ്ങനെ ആക്ഷേപിക്കാം? അതോ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ മൂത്രമൊഴിക്കാൻ സംവിധാനം ഇല്ലാത്ത? ഭയങ്കര നാണക്കേടല്ലേ ഇതൊക്കെ? ഞാൻ നാണക്കേടായിട്ടാണ് കരുതണേ. നാണക്കേടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. നാണക്കേടാണ്, അതിലെന്താ സംശയമുള്ളത്? അത് നാണക്കേട് തന്നെയാണ്. പറയുന്നത് നാണക്കേടായിട്ടാണ് ദിനേശന് തോന്നുന്നത്. ആ സംഭവിച്ചതിൽ പുള്ളിക്ക് നാണക്കേടൊന്നുമില്ല. അതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ശാരദാമ്മയുടെ കാര്യമാണ്. ശാരദ എന്ന സിനിമാ നടി, അവർ സിനിമയിൽ എത്തിയ സംഭവമൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ
പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന പ്രിവിലേജ് ഉള്ള ഒരു നടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടേതായ പ്രിവിലേജ് ഉണ്ട്. ഒരു ഹീറോയ്ക്ക് കിട്ടുന്ന അതേ പ്രിവിലേജ് ബാക്കിയുള്ളവർക്ക് കിട്ടും. നിങ്ങൾ ഈ സംഭവം ഒന്ന് കേൾക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ മീഡിയ മലയാളത്തിലെ ചർച്ചയുടെ ഭാഗത്തിലുള്ളതാണിത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇവിടെ ഒരു സിനിമയുടെ സെറ്റിൽ അഭിനയിക്കാനെത്തിയ ഒരു സിനിമാ നടി, അതായത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരു നടിയെ 20ാമത്തെ ദിവസം ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അവർക്ക് യൂറിൻ പോലും പോകുന്നില്ല. ആ അവസ്ഥയിലെത്തി ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കഥകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേസിലേക്ക് എത്തിയോ FIR-ലേക്ക് പോകുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇവരുടെ ഒന്നും പേരുകൾ നമുക്ക് പറയാൻ സാധിക്കാത്തത്. ഇങ്ങനെ ഒരു സാഹചര്യം ശാരദയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ചോദിക്കണം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷനായിട്ട്, അതായത് കൃത്യമായ ഒരു ഹൈജീനിക്കായ സാഹചര്യത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരിക, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് കൂടി ശാന്തിവിള ദിനേശൻ ശാരദയോട് ചോദിക്കണം. അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ശാന്തിവിള ദിനേശൻ. നിങ്ങൾക്ക് പറയുമ്പോൾ നാണക്കേടായിട്ട് തോന്നും. അനുഭവിച്ചവരുടെ കാര്യം അവർ പറയണ്ടേ? ഈ റിപ്പോർട്ടിൽ കണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും സ്ത്രീകളെ ശാക്തീകരിക്കാനെന്ന പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ശരിയായി പറയുന്നു എന്നുള്ളതിൻ്റെ ആ പ്രിവിലേജ് വെച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് ബോഡി ഷേമിങ്, സ്ത്രീവിരുദ്ധമൊക്കെ പറയുകയാണ്. വെറും മോശത്തരാ. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? എനിക്ക് സിനിമ വേണ്ടെന്ന് പറയണ്ടേ? എനിക്ക് നിന്റെ കോപ്പിലെ സിനിമ വേണ്ട എന്ന് പറഞ്ഞ് വേറെ എന്തെല്ലാം ഫീൽഡുകൾ ഈ നാട്ടിലുണ്ട്, എന്തല്ല. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് നടത്തിയാലും അന്തസ്സായിട്ട് ജീവിക്കാമല്ലോ. എന്തിനെന്നേ ശരീരം പങ്കുവെച്ച് വേഷത്തിന് വേണ്ടി നടക്കുന്നുണ്ട്? വിട്ടുവീഴ്ച ചെയ്യരുത്. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടാണെന്ന് പറയാനുള്ള ആർജവം എന്ന് പെണ്ണിനുണ്ടാവോ അന്നേ സിനിമാ രംഗത്ത് പെണ്ണുങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവും. ഇവിടെ ചില നടികളോട് ഒരുത്തനും മോശമായിട്ടൊന്നും നോക്ക പോലും ഇല്ലല്ലോ. എന്താ നോക്കണമെന്ന് കേൾക്കണം, നല്ല തൻ്റെയുള്ള പെമ്പിളല്ലേ ഈ ഫീൽഡിൽ. നീ എന്താ എന്നെ ഇങ്ങനെ ഒരു സുറിച്ച് നോക്കണം? എന്താ ഇന്ന് കേൾക്കുന്ന എത്രയോ നല്ല ചങ്കൂറ്റുള്ള പെമ്പിളരുണ്ട്. അതിനുവരെ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കണവർ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സ്ത്രീവിരുദ്ധത, ബോഡി ഷേമിങ്, പിറ്റിംഗ് ഷേമിങ്. ഇതിനിടയിൽ കമൻ്റ് ഇടുന്നവരൊക്കെ പറയും ശാന്തിവിള ദിനേശൻ വെട്ടിത്തുറന്ന് പറയുന്നയാളാണെന്ന്. അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നു എന്നതിലൂടെ കടത്തിവിടുന്ന വിഷമാണിതൊക്കെ. തികഞ്ഞ സ്ത്രീവിരുദ്ധത, ബോഡി ഷെയ്മിങ്, വിക്ടിം ഷെയ്മിങ്, 3 കാര്യങ്ങൾ. സ്ത്രീകൾ ആർജവമുള്ളവരാകണം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, സ്ത്രീകൾ ആർജവമുള്ളവരാകണം. പക്ഷെ ആർജവം ഉള്ളവരാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണമെന്ന്, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി ജീവിക്കണമെന്ന്. ഒരാൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യാനുള്ള സാഹചര്യമല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നമ്മളുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊന്നാണ് താൻ ആഗ്രഹിക്കുന്ന ജോലി അത് ഡിഗ്നിറ്റിയോടെ ചെയ്യാനുള്ള അവസരം. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാതെ വേണ്ടെങ്കിൽ ഇട്ടിട്ട് വേറെ ജോലിക്ക് പോയിക്കൂടെ? എന്തിനാണ് വേറെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരാഗ്രഹിക്കുന്ന കരിയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനും സമൂഹത്തിനും ഈ സിനിമ വ്യവസായത്തിനുണ്ട്. അതേക്കുറിച്ച് കൂടി മിസ്റ്റർ ശാന്തിവിള ദിനേശൻ നിങ്ങൾ വെട്ടിത്തുറന്ന് പറയണം. അല്ലാതെ സ്ത്രീകൾ മാത്രം ഇങ്ങനെ ബോൾഡായിട്ട് നിന്നാൽ മതി. അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ. ഒന്ന് ബാൻ, അവളിനി അടുത്ത സിനിമയിൽ എടുക്കണ്ട, അവൾ വിട്ടേക്കൂ, അവിടെ വെച്ച് നിർത്തുമോ? അവൾക്കെതിരെ ഭീഷണി, സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ്, സൈബർ അറ്റാക്ക്, അവൾക്കെതിരെയുള്ള ആക്രമണം, അവൾക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ആക്രമണം, അതൊക്കെ എല്ലാം സഹിച്ചിട്ട് വേറെ ജോലിക്ക് പോകണം. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഷ്ടം തന്നെ. 38 വർഷം സിനിമ എന്നിട്ട് ഒരു പെണ്ണിനോട് നോട്ടം കൊണ്ട് പോലും മോശമായ രീതിയിൽ നോക്കിയിട്ടില്ല ദിനേശ്. അതുകൊണ്ടാണ് പറയുന്നത്, നോട്ടം കൊണ്ട് പോലും ഒരു പെണ്ണിനോട് വ്യഭിചരിക്കുന്ന രീതിയിൽ നോക്കിയിട്ടില്ല. 38 വർഷമായി സിനിമ എന്നിട്ട് എന്റെ ശത്രുക്കൾ പറയില്ലല്ലോ ഞാൻ പെൺവിഷയത്തിൽ കുഴപ്പക്കാരനാണെന്ന്. ചിലപ്പോൾ ഷണ്ടൻ എന്ന് പറയുമായിരിക്കും, അതെനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ തെളിയിച്ചല്ലോ, എനിക്ക് മോനുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്നു സ്നേഹിത. വളരെ നല്ല കാര്യമാണ് ശാന്തിവിള ദിനേശൻ, മാതൃകാപരമായ കാര്യം. അങ്ങനെ അവരുടെ റെസ്പെക്റ്റോടെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, അതാണ് ശരി. അങ്ങനെ ബാക്കിയുള്ളവർ പെരുമാറാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നാണ്. നിങ്ങളെപ്പോലെ മാന്യമായിട്ട് സ്ത്രീകളോട് ഇടപെടുന്ന സിനിമാ പ്രവർത്തകരുണ്ടാവണം. അതാണ് ഈ പരാതിയുമായിട്ട് വന്ന സ്ത്രീകൾ, മൊഴി കൊടുത്ത സ്ത്രീകൾ, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുവെന്ന്. യു ഡിഡ് ദ റൈറ്റ് തിങ് ഓൺ ദാറ്റ്. ഇതൊക്കെ വെറും നാടകങ്ങളല്ലേ എന്നേ. നാളെ വേറൊരു ഇഷ്യൂ വന്നാൽ, നാളെ ഇവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാലുമാറ്റോ കൂറുമാറ്റോ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നിങ്ങൾ ഈ ഹേമ കമ്മീഷൻ അവിടെ ഇടും, എന്നിട്ട് പിറ്റേ ദിവസം വരെ അതിൽ പോകും. നിങ്ങൾ ഒരു ദിവസത്തേക്ക് വൈകുന്നേരം അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി ഓരോന്ന് അന്വേഷിക്കുന്നതല്ലേ? ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥമുള്ളവരാണ്?
കൃത്യമാണ് പുള്ളി പറഞ്ഞത്. ആത്മാർത്ഥതയുണ്ടോ ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൂടി മനസ്സിലാവുമല്ലേ. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ ആകെ കണ്ടത് റിപ്പോർട്ടർ ചാനലിൽ മാത്രമാണ്. അത് നികേഷ് ആ ചർച്ചാ പരിപാടിയിൽ വന്നിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയം കണ്ടിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലിലെ നേരത്തെ ഫോർമേഷനിലും ഇപ്പോഴത്തെ ഫോർമേഷനിലും ആ വിഷയം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നികേഷ് കുമാർ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ചാനലും തന്നെ ആ വിഷയം വിട്ടു. അതേപോലെ തന്നെ ഈ വിഷയം വിട്ടു പോകുമെന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. നാളെ മറ്റൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ ആ വിഷയം റിയാക്ട് ചെയ്യാൻ പോകും. പക്ഷെ അങ്ങനെ ഒരു ദുരവസ്ഥ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വരരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. ഈ മാധ്യമങ്ങളിലെ ചർച്ച അവസാനിക്കുന്നതോടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിലൊക്കെ അവസാനിക്കുന്നതോടെയോ ഇല്ലാതായി പോകരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു ദുരവസ്ഥ ഇതിന് വരാൻ പാടില്ല. 2023 ഈ സിനിമയിൽ ഇതൊക്കെ വന്നത്, ഇങ്ങനത്തെ കുഴപ്പങ്ങൾ. അതോ 2000-ലോ അതോ 1950-ലോ അതോ 60-ലോ ഏത് വർഷം വന്നേ? അന്ന് നായികമാരെല്ലാം ഊമകളായിരുന്നു. ഷീലാമ്മയൊക്കെ ഊമയായിരുന്നു. ജയഭാരതിയോട് ഈ ചോദ്യം ചോദിക്കുമോ? വിവരം അറിയും. സീമയോട് ചോദിക്കുമോ? വിവരം അറിയും. അതാണ് പ്രശ്നം. പെണ്ണായിട്ട് നിൽക്കാൻ പഠിക്കണം. അവരെ പോലെയൊക്കെ പെണ്ണായിട്ട് നിൽക്കാൻ പഠിക്കണം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അവർ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അവർക്ക് ഇഷ്ടം വരണം, എങ്കിലേ ചെയ്യുള്ളായിരുന്നു. അങ്ങനെയാണ് ജീവിക്കാൻ പെണ്ണായാൽ. അല്ലാതെ എല്ലാം ചെന്ന് അവസരം തന്നാൽ മതി എന്തിനും തയ്യാറെന്ന് പറഞ്ഞ് പോണ അമ്മയും മക്കളെയും പോലെ ആയാൽ ഇങ്ങനെയൊക്കെ വഴിതെറ്റ് പോവരുത്. നിന്റെ വീട്ടിൽ ചെന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പട്ടി എന്ന് പറയണം. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെ കരഞ്ഞോണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇദ്ദേഹം പറഞ്ഞ 3 എക്സാമ്പിൾസ് അതേപോലെ തന്നെ പണ്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. ഫ്രം ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈര എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ഈ പ്രശ്നം സിനിമയിലുണ്ട് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഷീലയോ അല്ലെങ്കിൽ ജയഭാരതിയോ സീമയോ അവരോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രിവിലേജ്ഡ് ആയിക്കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. കാരണം ഷീലയായാലും ജയഭാരതി ആയാലും സീമയായാലും നല്ല സ്റ്റാർഡമുള്ള ആക്ട്രസുകളായിരുന്നു. അവർക്കൊരു സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ടില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോകാമായിരിക്കും. കാരണം അവരുടെ അടുത്ത പ്രൊജക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ടായിരുന്നു. അതുപോലെയല്ല പുതുമുഖങ്ങളുടെ കാര്യം. അവരവസരം തേടി പ്രൂവ് ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡായി വരുന്ന സമയത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് റിപ്പോർട്ടിലും പറയുന്നുണ്ട്, പരസ്പര ധാരണയോടുകൂടെ മ്യൂച്വൽ കൺസെൻറ്റോട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ളവരുടെ കിട്ടുന്നുള്ള അദ്ദേഹം ഒന്ന് വേഗമായിട്ട് പറഞ്ഞ് നിർത്തുന്നുണ്ട്. അതുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരസ്പര ധാരണയോടുകൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നവർ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ അദ്ദേഹം ആർജവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോഴും ഈ ചോദിക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയില്ല, ഇയാൾ എന്ത് ചെയ്യുമെന്നും പറയുന്നില്ല. ഇരുട്ടിൽ തപ്പുന്ന പോലെ, പൂച്ച ഇരുട്ടിൽ തപ്പും പോലെ, കരിമ്പൂച്ച ഇരുട്ടിൽ തപ്പും പോലെ മലയാള സിനിമയിൽ മുഴുവൻ വ്യഭിചാരമാണ്. മലയാള സിനിമയിൽ മുഴുവൻ കാസ്റ്റിംഗ് കൗച്ചാണ്. മലയാളത്തിലെ വമ്പന്മാരായ നടന്മാർക്ക് കിടന്നു കൊടുത്തില്ലെങ്കിൽ വേഷം കിട്ടൂല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാം, ഒരു ഭംഗിക്ക് നടക്കാന്നുള്ളതല്ലാതെ ഒന്നും ഞാൻ അംഗീകരിക്കുന്ന ആളല്ല. ഞാൻ എന്റെ വ്യക്തിത്വം സൂക്ഷിച്ച് ജീവിക്കൂ എന്ന് ഉറപ്പുള്ളൊരു സ്ത്രീയെ ഒരുത്തനും ദേഹത്തോടില്ല. വിവരം അറിയും. ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെയാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം ഇരുട്ടുണ്ടെന്നുള്ളവരെ സമ്മതിച്ചു. ഇരുട്ടുണ്ടെങ്കിലാണല്ലോ കരിമ്പൂച്ചയെ കാണാൻ പറ്റാത്തത്. കരിമ്പൂച്ചയെ കാണാൻ പറ്റും കേട്ടോ. എത്ര ഇരുട്ടിലാണെങ്കിലും ചെറിയൊരു പ്രകാശം വന്നാൽ മതി, കരിമ്പൂച്ചയുടെ കണ്ണ് തിളങ്ങും. അതേപോലെ ചെറിയൊരു പ്രകാശം ആണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ചില കരിമ്പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നതെങ്കിലും കാണാനുള്ള ചെറിയൊരു പ്രകാശമാണ്. അതിലിപ്പോഴും പ്രതീക്ഷയുണ്ട്. ആ പ്രകാശം അണഞ്ഞു പോകരുത് എന്ന ആഗ്രഹവുമുണ്ട്. ആര് വിഷപ്പെടുത്തുന്നത്? ഭീകരവാദികളാണ് സിനിമ നടത്തുന്നത്. AK-47 വെച്ചിട്ടാണോ സിനിമ എടുക്കുന്നത്? എന്ത് ഭീഷണിപ്പെടുത്തുന്നു? രാത്രി വാതിൽ മുട്ടിയാൽ തുറക്കരുത്. താഴെ കൗണ്ടർ വിളിച്ച് പറഞ്ഞാൽ യാതൊരു ആഭാസം വന്ന് റൂമിൽ കിടന്ന് തട്ടണത് ആരാന്ന് നോക്കൂ, അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ പേര് കംപ്ലൈന്റ് ചെയ്യുമെന്ന് ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് പറയണ്ടേ? എന്റെ വാതിലിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കാലങ്ങൾ എന്റെ റൂമിൽ വന്ന് വാതിൽ മുട്ടുന്നു. നിങ്ങളിപ്പോൾ അത് ആരാണെന്ന് അന്വേഷിച്ച് നടപടി എടുത്തില്ല എങ്കിൽ ഞാൻ നാളെ രാവിലെ റിസപ്ഷനിസ്റ്റായി നിങ്ങളുടെ ഹോട്ടൽ മുതലാളിയുടെയും പേരിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്ത പെണ്ണ് എവിടെ പോയാലും ഇതുപോലെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ഒരു ചുക്ക് സംഭവിക്കും. ഇനി കേസ് കൊടുത്തുള്ള കാര്യമാണ് നേരത്തെ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിഷയമായിട്ട് പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് സിനിമയ്ക്ക് പുറത്താണ്. സിനിമയ്ക്ക് പുറത്താകുന്ന മാത്രമല്ല, സിനിമയ്ക്ക് പുറത്താണ്, അതിനെ ബാൻ ചെയ്യും. അടുത്ത സിനിമകളൊന്നും അവസരം കിട്ടില്ല. അതോടെ ആ പെണ്ണിൻ്റെ ആസ്പിറേഷൻസ് അവിടെ അവസാനിക്കുകയാണ്. തന്നെ ഇഷ്ടപ്പെട്ട കരിയറിൽ ജോലി ചെയ്യാനുള്ള ആ പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ അവിടെ ഇല്ലാതാകുകയാണ്. അതിലൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾ പറയുന്നത് മറ്റേതെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചോടെ എന്നാണ് പറയുന്നത്.
ആസ്പിറേഷൻ നഷ്ടപ്പെടുന്നവർക്കാണ് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഗതികേട് കൊണ്ടാണ് ദിനേശ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അവർ വീണ് പോകുന്നത്. അത് ഇവർക്ക് ആർജവമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ബോൾഡായ പെണ്ണുങ്ങളുണ്ട്, പക്ഷെ അവർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത്. അവരൊന്നും മിണ്ടാത്തത് ഈ ബാൻ കൊണ്ടും നിൽക്കില്ല, അക്രമമാണ്. ആ ചാനലിൽ അവർ പറഞ്ഞതുപോലെ ഇതൊന്നും പോലീസ് സ്റ്റേഷനിൽ കേസുകളായിട്ട് എത്തുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും വിഷയമായിട്ട് വരുന്നില്ല. അങ്ങനെ പറയാതെ പോയി എത്ര കഥകളുണ്ടാവും. മറ്റേ ദേഹം മുഴുവൻ പൊതിഞ്ഞ് വെറുതെ അഭിനയിക്കുള്ളൂ. ഞാൻ എന്താ പറയാ, നിങ്ങൾ എന്താ ചോദിച്ചാലും ഇപ്പോൾ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, സെക്സ് ചെയ്യാൻ പറഞ്ഞു, ഉമ്മയ്ക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റാത്തൊരു ഇതിനൊന്നും പോകരുത്. ഞാൻ കേട്ടെ, ഞാനിപ്പോ തൃശ്ശൂരിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന നന്നി ജമീല എന്ന് പറഞ്ഞ ചെടിയുടെ ആത്മകഥയുടെ റൈറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ. എന്റെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു 10-30 കോടി രൂപ മുടക്കി വിദ്യാബാലനെ വെച്ച് ആ വേഷം ചെയ്യണമെന്നാണ്. നളിനി ജമീല അറിയോ? നളിനി ജമീലയുടെ ആത്മകഥ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ നളിനി ജമീലയുടെ ആത്മകഥ ഷൂട്ട് ചെയ്യുമ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ആണുങ്ങളെ സന്ധ്യയ്ക്ക് വിളിച്ച് ഹോട്ടലിൽ കൊണ്ട് കിടപ്പറ പങ്കിടുന്ന സീൻ എടുക്കാൻ പറ്റില്ല എന്ന് ആ അഭിനയിക്കാൻ പറഞ്ഞവൾ പറഞ്ഞാൽ ഞാൻ അവളെ കട്ട് ചെയ്ത് വിടൂല. അപ്പൊ തന്നെ എന്റെ പടത്തിൽ എന്റെ സിനിമയുടെ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇയാളെ ഒന്ന് ഉമ്മ വയ്ക്കണം, ഞാൻ നാടൻ ഭാഷ പറയാ, ചുംബിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എങ്കിൽ നീ വീട്ടിൽ ഇരുന്ന് ഞാൻ പറയും. എന്റെ പടത്തിൽ ആ ക്യാരക്ടർ അത് ചെയ്യണം, അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടെന്ന് ഞാൻ പറയാം. അതിനെന്താ, അതിന് കേസെടുക്കുമോ? തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ? കേസെടുക്കാൻ പറ്റില്ല, തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റില്ല. ഒരു സിനിമ ആവശ്യപ്പെടുന്ന കഥാപാത്രം ആണ് എന്ന ആ പെൺകുട്ടിക്ക് ധാരണയുണ്ട്, അതേക്കുറിച്ച് സംസാരിച്ചു. ഈ പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ വേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നളിനി ജമീലയുടെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നളിനി ജമീലയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ക്ലബ് ഹൗസ് പോപ്പുലർ എന്ന സമയത്ത് നമുക്കൊരു ചാനലുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ഞങ്ങളുടെ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തികളിൽ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു നളിനി ജമീലയും. സിനിമയാക്കാവുന്ന ഒരു കഥയാണ് അവരുടെ ആത്മകഥ. അത് വിദ്യാബാലൻ വന്നാൽ വളരെ സന്തോഷം. 30 കോടിയൊക്കെ മുടക്കി നല്ലൊരു ബഡ്ജറ്റിൽ നിർമ്മിക്കുന്നത് വളരെ നല്ല കാര്യം. പക്ഷേ ബംഗ്ലാവിൽ അവത പോലെ ഒരു സിനിമയാകരുതെന്നൊരാഗ്രഹം കൂടി അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന വ്യക്തി ഒരു ലൈംഗിക തൊഴിലാളിയുടെ വേഷവിധാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ എല്ലാ റൈറ്റ്സും സംവിധായകനുണ്ട്, നിർമ്മാതാവിനുണ്ട്. വേറെ 1-2 ഉദാഹരണങ്ങൾ ശാന്തിവിള ദിനേശൻ പറയുന്നുണ്ട്. കൃത്യമായ ഉദാഹരണങ്ങളാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ച കഥാപാത്രം, അതിൽ ഇൻറ്റിമസി സീൻസ് ഉണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന രംഗങ്ങളുണ്ട്, അതിലൊക്കെ പാർവതി അഭിനയിച്ചിട്ടുണ്ട്. മണ്ണ് എന്ന ചിത്രത്തിൽ ശ്വേതാ മേനോൻ അവരുടെ യഥാർത്ഥ ഗർഭകാലമാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. മോഹൻലാൽ തന്മാത്ര എന്ന ചിത്രത്തിൽ നഗ്നനായി അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന കാര്യം, കഥ ആവശ്യപ്പെടുന്ന കാര്യം, അത് ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ ഒഴിവാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സിനിമ ആവശ്യപ്പെടാത്ത കാര്യം കൂടെ കിടക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം. ഇതൊക്കെ സിനിമ ആവശ്യപ്പെടുന്ന കാര്യമാണോ ശാന്തിവിള ദിനേശ്? ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന രംഗം ചെയ്യണം, പക്ഷേ ആ കഥാപാത്രത്തിന് ആവശ്യമില്ലാത്ത, കഥയ്ക്ക് ആവശ്യമില്ലാത്ത, സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ആ പെൺകുട്ടിയോട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ സിസ്റ്റം അത് നമ്മൾ അടിമുടി പരിഹരിക്കേണ്ടതല്ലേ? ആ സിസ്റ്റം പരിഹരിക്കുന്നതിനെക്കുറിച്ചാണ് റിപ്പോർട്ട് വരുന്നത്. നിങ്ങൾ ഈ അഭിപ്രായം പറയുന്നതിലൊക്കെ ചിലത് നല്ലതാണ്, ചിലത് അങ്ങേറ്റം മോശമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി ഷെയ്മിംഗ് ഉണ്ട്, വിക്ടിം ഷെയ്മിംഗ് ഉണ്ട്, സ്ത്രീവിരുദ്ധത, ഇതൊക്കെ നിറച്ചാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഒരു വാക്കുപോലും ഈ സിസ്റ്റത്തിനെതിരെ നിങ്ങൾ പറഞ്ഞില്ല. വെട്ടിത്തുറന്ന് പറയുകയാണ്, തുറന്നടിച്ച് പറയുകയാണ്. തുറന്നടിച്ചതിലൊക്കെ ഈ അടിയൊക്കെ കിട്ടിയത് ഈ സ്ത്രീകൾക്ക് മാത്രമാണ്. ഈ നെക്സസിനെതിരെ, ഇങ്ങനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനെതിരെ, ഇങ്ങനൊരു സിസ്റ്റം നിലനിൽക്കുന്നതിനെതിരെ ഒരടി പോലും നിങ്ങളിതിൽ നടത്തിയില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമാണ്. അപ്പം ഇനി തുറന്നടിക്കുമ്പോൾ ഇവർക്കെതിരെയുള്ള അടികൾ കൂടെ അതിൽ കരുതി വെക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.